ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഈ വനംവകുപ്പ് ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കത്തിക്കുന്നതാണ് കാട്ടുതീ. നമ്മളെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണും മുളയിൽ തീ എറിയുക, പൊട്ടോ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് പൊട്ടിയാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. കാട്ടുതീ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ടെങ്കിലേ തീ ഉണ്ടാവും. ഓട്ട് കമ്പനിയിൽ ഒരു ചിമ്മിനി പോലെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് ഇയാൾ. ചാരായ അടിക്കുന്നവൻ എന്തും തിന്നാലോ, അങ്ങനെ വവ്വാലിനെ ചുട്ടു നിന്നെന്ന് അവൻ പറഞ്ഞാണ് എൻ്റെ അടുത്ത് കാര്യം. ഇതേപോലെ ഞാൻ നെല്ലിക്കുത്തിൽ പണിയെടുക്കുന്ന സമയത്ത് ഒരു ഫയർ ഭയങ്കര അപകടം പിടിച്ച പണിയാണ് കാട്ടുതീ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ടെങ്കിലേ തീ ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞത് ഓക്സിജൻ വേണം, ഫയറിന് ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ധനം വേണം ഫയറിന്. പിന്നെ അതുപോലെ ഹീറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഹീറ്റ് പ്ലസ് ഓക്സിജൻ പ്ലസ് എന്താണ് ഫ്യൂവൽ, ഇത് 3ഉം കൂടെ ചേരുന്ന കെമിസ്ട്രിയാണ് ഫയർ. അപ്പോൾ വേനൽക്കാലത്ത് കാട്ടിൽ തീ ഉണ്ടാവും, പ്രത്യേകിച്ചും മോയിസ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റിൽ, ഇലകൊഴിയും വനങ്ങളിൽ ഇലയെല്ലാം ഇങ്ങനെ വീണ് കിടക്കും. തേക്ക് തോട്ടങ്ങളിലെല്ലാം ഇല വീണ് കിടക്കും. ഇത് ഇല കൊഴിച്ച് കളയാന്ന്, വിൻ്ററിൽ കൊഴിക്കും. ഇതിനെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം, ഈ വെള്ളം പിടിച്ച് വെച്ചിട്ട് വിൻ്ററിൽ കൊഴിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വെള്ളം ചിലപ്പോൾ ഈ തേക്ക് തൊലി പൊട്ടിച്ച് പുറത്തേക്ക് കളയും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ തണുപ്പായി കഴിഞ്ഞാൽ വെള്ളം ഉറഞ്ഞു പോകുമ്പോൾ ഇത് പൊട്ടും, തൊലി പൊട്ടും, അതിൻ്റെ ബാർക്ക് പൊട്ടും. അങ്ങനെ പല കാര്യങ്ങളും ഈ തേക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ പല സസ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് വേണ്ടി അവർ പലതും സ്വയം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേനലിലാവുമ്പോൾ എന്തെന്നറിയാം, ഈ ഇവാപ്പറേഷൻ കുറയാൻ വേണ്ടി ഇതെല്ലാം കൊഴിച്ചിടും ഇല മുഴുവൻ. അപ്പോൾ ബാഷ്പീകരണം കുറയും, വെള്ളം ഇല്ലല്ലോ, ശരീരത്തുള്ള വെള്ളം അതിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നെല്ലിക്കുത്തിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഫയർ ഒരിക്കലും അങ്ങനെ സംഭവിക്കാത്തത് എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. അവിടെ എപ്പോഴും വെറ്റായിരിക്കും, ഈർപ്പമുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ഇതിൽ ഫയർ നെല്ലിക്കുത്തിലുണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ എടക്കര എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്നൊരു 10-16 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടെ കാട്ടിൽ മുമ്പൊരു കരിമരുത് മരം നിന്നിരുന്നു. വലിയ മരമാണ് കരിമരുത്. അതിൻ്റെ പുറമെന്ന് പറഞ്ഞാൽ മരുതല്ല, കരിമരുന്നാണ്. അതിൻ്റെ പുറം തൊലി ഇല്ല, മുതലയുടെ പുറത്തെ തോല് പോലെ ഇരിക്കും. അത് വെച്ചാണ് അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മുതലയുടെ തോല് പോലെ ഇങ്ങനെ കഷ്ണം പോലെ ഇങ്ങനെ അങ്ങനെ ഇരിക്കും. ഈ കരിമരുത് ഒരിക്കൽ ഇടിമിന്നലേറ്റ് ഇതിൻ്റെ തല ഒടിഞ്ഞു വീണ് അതിനകത്ത് അത് കത്തിയിരുന്നു. എന്നിട്ട് അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി താഴേക്ക് പാസ് ചെയ്തിട്ട് അതിനകം ഹോളായിപ്പോയി. അപ്പോൾ ഒരു ചിമ്മിനി പോലെ, ഓട്ട് കമ്പനിയിൽ ഒരു ചിമ്മിനി പോലെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് ഇയാൾ. അങ്ങനെ ഞാൻ ഇടക്കര നിൽക്കുമ്പോൾ കാണാം ഇതിനകത്തൂടെ പുക ഇങ്ങനെ വട്ടത്തിൽ പോകുന്നു. ഇത് വർഷങ്ങളായി ഇടിമിന്നലേറ്റ് അകം പൊള്ളയായിട്ട് നിൽക്കുന്നൊരു മരമാണ്. അപ്പോൾ ഞാൻ മോട്ടോർ സൈക്കിൾ എടുത്ത് എനിക്ക് മനസ്സിലായി ഇത് സാധാരണ നമ്മളെല്ലാം കത്തുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴോ സന്ധ്യയായി. അപ്പോൾ അതിന് ചുറ്റും മുളങ്കാടാണ്. ഈ മുളയുടെ മുകളിലേക്ക് ഫയർ കയറി കഴിഞ്ഞാൽ തഴയുന്ന ഈ ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ച് ഫയർ ഇഴഞ്ഞ് ഇതിൻ്റെ മുകളിലോട്ട് കയറും. പിന്നെ നമ്മളെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണും മുളയിൽ തീ എറിയുക, പൊട്ടോ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് സന്ധ്യ സമയത്ത് പൊട്ടിയാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ദൂരോട്ട് വീഴുകയും ചെയ്യും, അവിടെ എല്ലാം തീയാവും. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് ആദിവാസികളെ വിളിച്ചു വരുത്തി, നമ്മളെ വാച്ചർമാരെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ അവർ പറഞ്ഞു, എന്താ ചെയ്യുക സാറേ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതിലൊരു ആദിവാസി എന്നോട് പറഞ്ഞു, സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, തീക്ക് ഇന്ധനം വേണമല്ലോ, നമുക്കിതിൻ്റെ ചുറ്റും ഉള്ള ഇന്ധനം നീക്കിക്കളയാം. അപ്പോൾ തീ അവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് ഇന്ധനം കിട്ടാൻ വരുമ്പോൾ തന്നെയാണെന്നോ. അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ചുറ്റും വൈഡായിട്ടൊരു ഫയർ ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. ഫയർ ലൈൻ എടുത്ത് ഇന്ധനം മുഴുവൻ അടിച്ച് നീക്കി ഇട്ടിട്ട് തീ കെട്ടു. സ്വയം തീ ഇന്ധനം എന്ന് പറഞ്ഞാൽ തറയിൽ കിടക്കുന്ന ഉണങ്ങിയ ചപ്പുചവറുകളില്ലേ, അതുണ്ടെങ്കിലല്ലേ തീയുടെ പഠനമാണത്. അപ്പോൾ അങ്ങനെ ഇതിൽ തീ ഭയങ്കരമായിരിക്കും. കാട്ടിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്, 10-24% ഓക്സിജൻ ഉണ്ടാവും. നന്നായിട്ട് ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പോൾ ഈ ഇന്ധനം നീക്കുകയല്ലാതെ വേറെ ഒരു മാർഗ്ഗം നമ്മളെ കയ്യിലില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റിനെ ഇല്ലാതാക്കണമെങ്കിൽ വലിയ ഫയർ എഞ്ചിൻ കൊണ്ടുവച്ച് തണുപ്പിക്കണം. അപ്പോൾ ഹീറ്റോ ഫ്യൂവലോ അതേപോലെ തന്നെ ഈ ഹീറ്റ്, ഫ്യൂവല്, അതുപോലെ ഓക്സിജൻ, ഇതിൽ ഒരെണ്ണത്തെ ഒഴിവാക്കിയാൽ ഫയർ അപ്പം നിൽക്കും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ സ്റ്റൗ കത്തിക്കില്ലേ, നമ്മൾ ചായയുടെ സ്റ്റൗ കത്തിക്കുമ്പോൾ നമ്മൾ അതിങ്ങോട്ട് തിരിച്ച് ഇന്ധനം ഇതിനകത്തുനിന്ന് ബർണറിൽ കൊണ്ടുവരില്ലേ,
കൊണ്ടുവരുമ്പോൾ ഇന്ധനം റെഡി, അടുക്കളയ്ക്കകത്ത് ഓക്സിജൻ ഉണ്ട്, പിന്നെ എന്താ വേണമെന്ന് ഹീറ്റ്, അതിനാണ് നമ്മൾ ഇതെടുത്ത് വെച്ച് അടിച്ചു കൊടുക്കും. ഇതെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫയറായി. പിന്നെ നമ്മളെന്താ പറയുക, ഇന്ധനം ഒഴിവാക്കാനായിട്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഫയർ തനിയെ അങ്ങ് നിന്നോളും. അപ്പോൾ നമ്മൾ കാട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് പറയുക, ഇന്ധനം മാറ്റി കൊടുക്കണം. അല്ല, ഫയർ എഞ്ചിൻ എത്തുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നിട്ട് എന്ത് ഒഴിവാക്കും, നമ്മൾ ഹീറ്റ് ഒഴിവാക്കും, തണുപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം. നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റിയ അത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏതാണ് ഒഴിവാക്കണം. ഓക്സിജൻ നമ്മളെ കൊണ്ട് ഒഴിവാക്കാക്കില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടിലേത് ഒഴിവാക്കണം. ഫയർ എഞ്ചിൻ ഇടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞ് ചെയ്യും. ഇത് അവിടെ ഫയർ എഞ്ചിൻ വരില്ല. അപ്പോൾ നമ്മൾ ഇന്ധനം ഒഴിവാക്കി തീ കൺട്രോളിലാക്കിയിട്ട് പിന്നെ അതിന് മവസറ എഴുതണം. എത്രത്തോളം ഹെക്ടർ സ്ഥലം കത്തി, അടിക്കാടാണോ കത്തി, എത്ര മുളം കൂട്ടം കത്തി, അതിലൊക്കെ സർക്കാർ നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടമൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും. നമ്മൾ അടയ്ക്കണം. മരം നിൽക്കുന്ന മരം പച്ചമരം കത്തിക്കഴിഞ്ഞാലും അതിൻ്റെ വിലയൊക്കെ എഴുതണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഓറിജിൻ ഓഫ് ഫയർ മാസ്റ്ററി കാണിക്കണം. സോഴ്സ് ഓഫ് ഫയർ, ഇത് എവിടെ നിന്നാണ് തീ വന്നതെന്ന്, അതിൻ്റെ കാരണം അതിപ്പോൾ മാസ്റ്ററി നമുക്ക് എപ്പോഴും കാണിക്കാൻ പറ്റുമോ, തീ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഈ വനംവകുപ്പ് ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കത്തിക്കുന്നതാണ് കാട്ടുതീ, മനുഷ്യൻ കത്തിക്കുന്നത്, അല്ലാതെ ഫയർ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുത്തൻ സിഗരറ്റ് വലിച്ചിട്ട് എൻ്റെ കുറ്റി വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ് ഫയറൊന്നും ഉണ്ടാവില്ല. അവൻ കുറ്റി വലിച്ചെറിഞ്ഞാൽ വല്ല മണ്ണെണ്ണയിലോ ഡീസലിലൊക്കെ എറിഞ്ഞാലേ ഉണ്ടാവും, അല്ലാതെ ഒന്നും പെട്ടെന്ന് തീ പിടിക്കില്ല. പിന്നെ ഉണങ്ങിയ പുല്ലിലുണ്ടെങ്കിൽ തിരിച്ച് പോയിഞ്ഞ് അതാരെല്ലാം കണ്ട് ചവിട്ടിക്ക് എടുത്ത് പോയിക്കോളും. ഇത് മനഃപൂർവ്വം ചപ്പ് ചാവറ് കൂട്ടി വെച്ചിട്ട് പല സ്ഥലത്തും നടന്ന് കത്തിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് കന്നുകാലി വയ്ക്കാം, നല്ല കത്തി അടിക്കാട് കത്തി കഴിഞ്ഞാൽ നല്ല മഴ പെയ്താൽ നല്ല പുല്ല് വരും. പറഞ്ഞാൽ മനസ്സിലായി, അങ്ങനെ ഉദ്ദേശമുള്ളവരുണ്ടാവും. പിന്നെ വനംവകുപ്പ് ജീവനക്കാരനോട് വിരോധമുള്ള എപ്പോഴും ഉണ്ടാവും. ഈ ഫീൽഡ് നിൽക്കുന്ന സ്റ്റാഫിനോട് എപ്പോഴും വിരോധമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ പിന്നെ നായാട്ടുകാർ ചെയ്യും. നായാട്ടുകാർ എന്താ, പുഴുതിയ പുല്ല് വരുമ്പോൾ ഇത് തിന്നാൻ മാനുകൾ വരുമ്പോൾ ഇവൻ അവിടെ വന്നിരുന്നാൽ മതി, മറ്റവൻ പിന്നാലെ വരും, മറ്റവരും മാനുകൾ വരും, അവിടെ ഇട്ട് അടിക്കുകയും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാം. അങ്ങനെ നായാട്ടുകാർ കത്തിക്കും. പല ഉദ്ദേശങ്ങളുണ്ട്, പലരും കത്തിക്കും. പിന്നെ ഇതിനോട് ഫ്രിഞ്ച് ഏരിയയിൽ വല്ല കൃഷിഭൂമികളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ കത്തിച്ചു വിടും. ആ ചാരം എല്ലാം ഒഴുകി മഴ പെയ്യുമ്പോൾ അവൻ്റെ പറമ്പിൽ ചെല്ലി ന്യൂട്രിയൻസ് ആയല്ല അവന്. അങ്ങനെ പല ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ ആ ഫീൽഡ് പരിശോധിച്ച് മാസ്റ്റർ എഴുതിയിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കന്നാസ്, ഒരു വെള്ള കന്നാസ്. ആ കന്നാസ് എടുത്ത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് ചാരായുണ്ട്. എന്നിട്ട് ഞാൻ എന്താ പറയുക, അതിൽ ഒരുത്തനെ പോയി അങ്ങ് പിടിച്ചു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത ദിവസം വൈകുന്നേരം ചെല്ലുമ്പോൾ അവൻ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നാളികേരം പൊളിക്കുകയാണ്. വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴും അവന് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഓടം തഞ്ഞ് വാന്ന് പറഞ്ഞു. അവനെ വിളിച്ച് വണ്ടിയിൽ കയറ്റി കോട്ടേഴ്സിൽ കൊണ്ടുവന്നു. ഞാൻ അവനോട് ചോദിച്ചു, സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ സംഭവിച്ച അവൻ അതേ കണക്ക് പറഞ്ഞു. എന്താ സംഭവം എന്നറിയാം, അതിൽ ഒരു വൈൽഡ് ലൈഫ് കേസും ഉണ്ട്. എന്താണെന്നറിയാം, ഇവന്മാർ ഇതിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഈ ചാരായം കുടിക്കുക. ചാരായം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പൊത്തിനകത്തുണ്ടല്ലോ, ഈ മരത്തിൻ്റെ പൊത്തിനകത്ത് വവ്വാലുകൾ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അടിയിലൊരു പൊത്തുണ്ട്. യുവമാർ ചപ്പ് ചവറ് ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് തീ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ചിറകുകൾ കരിഞ്ഞ് വവ്വാലുകൾ ഇങ്ങനെ വീഴാം. ആ വവ്വാലുകൾ അതിൽ ചുട്ട് നിന്ന് ടച്ചപ്പാക്കി ഇങ്ങനെയുണ്ട്. വവ്വാലിനൊക്കെ തിന്നോ? അല്ല, ചാരായ അടിക്കുന്നവൻ എന്തും തിന്നാലോ. അങ്ങനെ വവ്വാലിനെ ചുട്ട് തിന്നെന്ന് അവൻ പറഞ്ഞാണ് എൻ്റെ അടുത്ത കാര്യം. കേസെഴുതി ബാക്കിയുള്ള എല്ലാം പിടിച്ചു ശിക്ഷിച്ചു. പക്ഷെ അന്ന് സർക്കാർ നഷ്ടമില്ല. ഫയറിൻ്റെ ഉത്ഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഫയറിന് നമ്മൾ റിപ്പോർട്ട് എഴുതായിരുന്ന വേറൊരു കുഴപ്പമുണ്ട്. മേളിൽ സാറ്റലൈറ്റ് ഉണ്ട്, സാറ്റലൈറ്റ് കാണും ഫയർ. റിപ്പോർട്ട് ചെയ്യുന്നതേ പറ്റൂ. ഫോട്ടോ എടുക്കും. സാറ്റലൈറ്റ് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ അറിയാം സാറ്റലൈറ്റിന്, അങ്ങോട്ട് അയക്കും. അവിടെ വരുമ്പോൾ നമ്മളെ ഡിവിഷനിലായിരിക്കും. നമ്മളെ GPS വെച്ച് നോക്കുമ്പോൾ നമ്മളെ GPS ആയിരിക്കും ഇതിനകത്ത്. ആ GPS കൊണ്ട് പോയാൽ ആ സ്ഥലത്തെത്തും.